ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 130-ാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രാജാവിൻ്റെ മകൻ എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മോഹൻലാൽ ആരാധകരുടെ ആവേശമായി മാറി തുടങ്ങിയ ആദ്യ ചിത്രങ്ങളിലൊന്നാണ് രാജാവിൻ്റെ മകൻ. കഥയും തിരക്കഥയും സംഭാഷണവും മമ്മൂട്ടിയെ മനസ്സിൽ കണ്ട് ഡെന്നിസ് ജോസഫ് എഴുതി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രം പ്രദർശനത്തിനെത്തി 37 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇന്നും അതിലെ ഡയലോഗുകൾ ഓരോ മലയാളിയുടെയും നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്നു എന്നത് തന്നെ ഈ ചിത്രം എത്രമാത്രം മലയാളികളിൽ ആവേശമുണ്ടാക്കി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മമ്മൂട്ടിയെ നായകനാക്കി എഴുതിയ കഥയായിരുന്നു രാജാവിൻ്റെ മകൻ. എന്നാൽ തുടരെയുള്ള പരാജയങ്ങളിൽ പെട്ടുകിടക്കുന്ന തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെയാണ് എക്കാലത്തെയും വമ്പൻ ഹിറ്റായി മാറിയ രാജാവിൻ്റെ മകൻ മോഹൻലാലിലേക്ക് എത്തുന്നത്. 6 ദിവസം കൊണ്ടൊരുക്കിയ തിരക്കഥ പോലും വായിക്കാതെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചതെന്ന് അന്തരിച്ച തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ച വിൻസെൻ്റ് ഗോമസ് എന്ന നായകൻ അന്ന് കേരളക്കരയിൽ സൃഷ്ടിച്ച ഓളം ചെറുതായിരുന്നില്ല. ഇന്നും അതിൻ്റെ അലകൾ നിലച്ചിട്ടുമില്ല. പിന്നീട് ഈ കഥാപാത്രം നിരസിച്ചതിൽ മമ്മൂട്ടി എന്ന നടന് നിരാശ തോന്നിയിരിക്കാം. എന്തായാലും മോഹൻലാൽ എന്ന നടന് വൻ വഴിത്തിരിവായ ഈ ഒരു സിനിമ കൂടിയായിരുന്നു രാജാവിൻ്റെ മകൻ. സിനിമാ ലോകവും പ്രേക്ഷകരും ഇരുകൈയും നീട്ടി ഈ ചിത്രത്തെ സ്വീകരിച്ചു. 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ ചലച്ചിത്രമായിരുന്നു രാജാവിൻ്റെ മകൻ. മോഹൻലാൽ, അംബിക, രതീഷ്, സുരേഷ് ഗോപി എന്നിങ്ങനെ നിരവധി താരങ്ങളായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി അണിനിരന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചിത്രമായിരുന്നു രാജാവിൻ്റെ മകൻ എന്നാണ് മോഹൻലാൽ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ ചിത്രത്തിൻ്റെ പിറവിയെക്കുറിച്ച് തമ്പി കണ്ണന്താനം പറഞ്ഞത് ഇപ്രകാരമാണ്: അന്ന് സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ട നിർമ്മാതാക്കൾ അംഗീകരിക്കാത്ത തീമായിരുന്നു രാജാവിൻ്റെ മകൻ. അതായത് ഹീറോ ആണ് വില്ലൻ. തമ്പി കണ്ണന്താനത്തിന് കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. സിനിമ ചെയ്യാനും തീരുമാനിച്ചു. മമ്മൂട്ടി നായകനാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. തമ്പിക്കും ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോടായിരുന്നു. തമ്പിയുടെ ആ നേരം അല്പദൂരം എന്ന സിനിമ കൂടി പരാജയപ്പെട്ടതോടെ വീണ്ടും അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യാൻ മമ്മൂട്ടി മടിച്ചു. തമ്പിക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ തമ്പി മോഹൻലാലിനടുത്തെത്തി. അന്ന് സൂപ്പർ താരം ആയിട്ടില്ല മോഹൻലാൽ. ലാൽ പറഞ്ഞു, കഥ കേൾക്കണ്ട, നിങ്ങൾക്കറിയാമല്ലോ എന്ന്. അത് എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. അന്നൊക്കെ എൻ്റെ മുറിയിൽ എന്നും വരുന്ന മമ്മൂട്ടി എഴുതി വച്ചിരുന്ന തിരക്കഥയെടുത്ത് വായിക്കുകയും വിൻസെൻ്റ് ഗോമസ് എന്ന നായക കഥാപാത്രത്തിൻ്റെ ഡയലോഗ് സ്വന്തം സ്റ്റൈലിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഒന്നുകൂടി ആലോചിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. ഇനി അവൻ ഫ്രീ ആയി അഭിനയിക്കാം എന്ന് പറഞ്ഞാലും പറ്റില്ല എന്ന് തമ്പി തീർത്തു പറഞ്ഞു. ഒടുവിൽ തമ്പിയുടെ കാർ വിറ്റ് സിനിമ നിർമ്മിച്ചു. റബ്ബർ തോട്ടവും പണയപ്പെടുത്തി. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു സിനിമ പൂർത്തിയാക്കിയത്. കുറഞ്ഞ ചെലവിലായിരുന്നു ഷൂട്ടിംഗ്. 5-6 ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. സിനിമ വൻ വിജയമായി എന്ന് മാത്രമല്ല, മോഹൻലാൽ എന്ന മലയാള സിനിമയുടെ തലപ്പത്തെത്തുകയും ചെയ്തു എന്നാണ് അന്ന് ഡെന്നി ജോസഫ് പറഞ്ഞത്. 1980 എഴുതിയ ഡിസ്നി ഷെൽഡൻ്റെ റേജ് ഓഫ് ഏഞ്ചൽസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഷാരോൺ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചത്. എറണാകുളത്തും പരിസരങ്ങളിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ചെറിയ ബഡ്ജറ്റിൽ ചിത്രീകരിച്ച ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് SP വെങ്കടേഷാണ്. ഛായാഗ്രഹണം ജയാനൻ വിൻസെൻറ്റും എഡിറ്റിംഗ് K ശങ്കുണ്ണിയും നിർവഹിച്ചിരിക്കുന്നു. മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർത്തിയ ഈ ചിത്രം തമിഴിൽ മക്കൾ എൻ പക്കം എന്ന പേരിലും കന്നഡയിൽ അതിരഥ എന്ന പേരിൽ റീമേക്ക് ചെയ്തു. തെലുങ്കിൽ അഹുതി എന്ന പേരിലും ഹിന്ദിയിൽ കൻവർലാൽ എന്ന പേരിലും ചിത്രം റീമേക്ക് ചെയ്യുകയുണ്ടായി. തമിഴിലും തെലുങ്കിലും അംബികയുടെ വേഷം ചെയ്തത് അംബിക തന്നെയാണ്. തൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന കൃഷ്ണദാസ് എന്ന പൊളിറ്റീഷ്യന് എതിരെയുള്ള വിൻസെൻ്റ് ഗോമസിൻ്റെ യുദ്ധമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചിത്രത്തിലെ പല ഡയലോഗുകളും
കൊച്ചുകുട്ടികൾക്ക് പോലെ ഇന്നും മനഃപ്പാഠമാണ്. മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന ചിത്രത്തിലെ ഡയലോഗിനെ പിന്തുടർന്ന് വാഹനങ്ങളിലും മറ്റും ഈ നമ്പർ കരസ്ഥമാക്കാൻ മലയാളികളിൽ പരക്കം പാഞ്ഞു. മലയാള സിനിമയുടെ സുവർണകാലമെന്ന് പലരും വാഴ്ത്തിപ്പാടിയ 80കൾ, ആ സുവർണ കാലഘട്ടത്തിലെ പൊൻതൂവലായി ഈ ചിത്രം മാറി. 1986 ജൂലൈ 17 തിയേറ്ററുകളിലെത്തിയത് ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ തന്നെ പുതിയ ഒരു അധ്യായമായിരുന്നു. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിൻ്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവും എല്ലാമുള്ള രാജാവ്. പിന്നീട് അവൻ എന്നെ കളിയാക്കി വിളിച്ചു പ്രിൻസ്. അതെ, ഐ ആം പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. ഈ ഡയലോഗ് കേട്ട് പ്രേക്ഷകർ കോരിത്തരിച്ചു. മോഹൻലാൽ എന്ന സൂപ്പർ താരം അന്ന് ഉദയം കൊണ്ടു. അധോലോക നായകനായ വിൻസെൻ്റ് ഗോമസും വക്കീലായ നാൻസിയും രാഷ്ട്രീയക്കാരനായ കൃഷ്ണദാസുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. കൃഷ്ണദാസിൻ്റെ രാഷ്ട്രീയ മോഹത്തിൽ കെട്ടടങ്ങുന്ന നാൻസി കൃഷ്ണദാസ് പ്രണയകഥ. അണ്ടർവേൾഡ് കിങ് ആയ വിൻസെൻ്റ് ഗോമസ് എന്ന ക്രൂരൻ, രാഷ്ട്രീയാധികാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കൃഷ്ണദാസിൻ്റെയും അധോലോകം ഭരിക്കുന്ന വിൻസെൻ്റ് ഗോമസിൻ്റെയും ഇടയിൽ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന നാൻസി. കഥാപാത്രങ്ങൾ ഓരോന്നും പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അടിയും ഇടിയും കൊല്ലും കൊലയുമായി നടക്കുന്ന വിൻസെൻ്റ്, ആ അച്ഛനെയാണ് അയാൾ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. രാജാവ് എന്ന പദപ്രയോഗത്തിലൂടെ വിൻസെൻറ്റും രാജാവിൻ്റെ മകൻ എന്ന് വിൻസെൻറ്റിനെ കളിയാക്കി വിളിക്കുന്ന രാജുമോനും പറഞ്ഞു വയ്ക്കുന്നത് പാരമ്പര്യ രാജ്യ പദവിയെക്കുറിച്ചല്ല, മറിച്ച് പണം കൊണ്ട് ആർജിച്ചെടുക്കാവുന്ന അധികാര പദവിയെക്കുറിച്ചാണ്. സമൂഹം അംഗീകരിക്കാൻ മടിക്കുന്ന രാജപദവി. ആധുനിക സൗകര്യങ്ങളിൽ ജീവിക്കുന്ന പാൻറ്റും ഷർട്ടും ധരിച്ച് പിരിച്ചുവെച്ച മീശയുമായി നടക്കുന്ന വിൻസെൻ്റ് ഗോമസ്. എസ് ഐ ആം പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. വിൻസെൻ്റ് ഗോമസിനെ ചതിച്ചവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്നിങ്ങനെ കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളിലൂടെ ഒരേ സമയം ക്രൂരനായ വില്ലനും വീരനായ നായകനും ആകുന്നു. യഥാർത്ഥത്തിൽ ചിത്രത്തിലെ വില്ലനായ കൃഷ്ണദാസും നായകനായ വിൻസെൻ്റ് ഗോമസും നന്മയുടെ പ്രതീകങ്ങളായിരുന്നില്ല. വില്ലനുമായുള്ള നായകൻ്റെ വിജയം കണ്ടു ശീലിച്ച പ്രേക്ഷകർക്ക് ക്ലൈമാക്സ് പുതിയ അനുഭവമായി തോന്നി. വില്ലൻ്റെ മുന്നിൽ മരിച്ചു വീഴുന്ന നായകനെ, അതും താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി കാരണം, പ്രേക്ഷകർ അതിശയത്തോടെ നോക്കിക്കണ്ടു. അംബികയായിരുന്നു നാൻസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അനാഥയായ നാൻസി അനാഥാലയത്തിൽ ജീവിച്ച് പഠിച്ച് വക്കീലാകുന്നു. ആ സമയത്ത് സ്നേഹിച്ച പുരുഷനിൽ നിന്നും ഗർഭിണിയാവുകയും അയാൾ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തപ്പോഴും ജോലി ചെയ്ത് തൻ്റെ മകനെ അല്ലലറിയാതെ വളർത്താൻ ശ്രമിക്കുന്ന നാൻസി. ഒരു ദുർഘട ഘട്ടത്തിൽ വിൻസെൻ്റ് ഗോമസിനൊപ്പം ചേരേണ്ടി വന്നുവെങ്കിലും ആ ജോലിയിൽ പാപക്കറ ഉണ്ട് എന്ന കുറ്റബോധത്തിൽ വിൻസെൻ്റ് ഗോമസ് എന്ന മനുഷ്യനെ അറിയുന്ന നാൻസി. രണ്ട് പുരുഷന്മാർക്കിടയിലും തൻ്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സഹതാപവും തോന്നാത്ത വിധം, ഒരു കാരുണ്യവും ഏൽക്കാത്ത വിധം നാൻസി എന്ന കഥാപാത്രത്തെ മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. വിൻസെൻ്റ് ഗോമസ് എന്ന കഥാപാത്രത്തിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു രതീഷ് അവതരിപ്പിച്ച കൃഷ്ണദാസ് എന്ന കഥാപാത്രവും. അന്ന് വരെ ഒരു സീൻ രണ്ട് സീൻ എന്നൊക്കെ വന്നുപോയ സുരേഷ് ഗോപിക്കും ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ഈ ചിത്രത്തിലൂടെ കൈവന്നു. അടൂർ ഫാസി, ജോസ് പ്രകാശ്, കുഞ്ചൻ തുടങ്ങിയ താരങ്ങളും മത്സരിച്ചഭിനയിച്ചു. എടുത്ത ചിത്രങ്ങൾ തുടരെ പരാജയപ്പെട്ട തമ്പി കണ്ണന്താനത്തിൻ്റെ ഗംഭീര തിരിച്ചുവരവായി മാറി ഈ ചിത്രം. ദേവാംഗനേ ദേവസുന്ദരി എന്ന ഗാനവും പാടാമീ ഗാനം വീണ്ടും ഇതാ ഇതാ എന്ന ഗാനവും വിണ്ണിലെ ഗന്ധർവ വീണകൾ മീട്ടുന്ന സംഗീതമേ ഓ സംഗീതമേ എന്നീ ഗാനവും ഈ ചിത്രത്തിലുള്ളതാണ്. ഈ ഗാനങ്ങൾ ഉണ്ണിമേനോൻ, ലതിക എന്നിവർ ആലപിച്ചവയാണ്. ഷിബു ചക്രവർത്തി എഴുതി SP വെങ്കടേഷ് ഈണം പകർന്നവയാണ് ഇതിലെ ഗാനങ്ങൾ. തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചിത്രമായിരുന്നു രാജാവിൻ്റെ മകൻ എന്നായിരുന്നു
മോഹൻലാൽ ഈ ചിത്രത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ചിത്രം പുറത്തിറങ്ങി 37 വർഷം കഴിഞ്ഞിരിക്കുമ്പോഴും വീര്യം തെല്ലും ചോരാതെ ഇന്നും സിനിമാ പ്രേക്ഷകൻ്റെ നെഞ്ചിൽ രാജാവിൻ്റെ മകനുണ്ട്. രാജകുമാരനായിട്ടല്ല, രാജാവായി, അണ്ടർവേൾഡ് കിങ്ങായി. വിൻസെൻ്റ് ഗോമസും ഒപ്പം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ താരരാജാവായി മലയാളികളുടെ സ്വന്തം ലാലേട്ടനും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നതിൽ മലയാളികളായ നമുക്ക് അഭിമാനിക്കാം. ഈ ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും OTT പ്ലാറ്റ്ഫോമിലുമൊക്കെ ലഭ്യമാണ്. ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ ഇനിയും കാണുക. അല്ലെങ്കിൽ ഈ ചിത്രം കണ്ടില്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം മിസ്സായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചിത്രത്തിനെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.